കാണുന്ന ക്രോഷേ ചെയ്ത ട്യുലിപ്സ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുത്താലോ? സിമ്പിളാണ്. നമ്മളത് കാണുമ്പോൾ എന്തോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചസ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടം പോലെ ട്യുലിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. മാത്രമല്ല വല്ല ബിസിനസ് ഐഡിയ ഒക്കെ തിരഞ്ഞു നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് നല്ലൊരു ഓപ്ഷനാണ്. അതായത് ഇതുപോലത്തെ ട്യുലിപ്സിനൊക്കെ ഇപ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ഐഡിയ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് നമ്മുടെ ക്രോഷേ ട്യുലിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ താഴെ തന്നെ കൊടുക്കാം. അത് പോയി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ വരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ആ ഒരു വീഡിയോയിൽ തന്നെ ക്രോഷറ്റിൻ്റെ പല പല സ്റ്റിച്ചസും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്യുലിപ്പ് മാത്രമല്ല, ഇനിയിപ്പോൾ ക്രോഷേ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല ഡോൾസ് ഉണ്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ ബാഗ്സ് ഉണ്ടാക്കണമെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്ത് ഫ്ലവർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്യുലിപ്പിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് ഇതുപോലെ ക്രോഷേ ചെയ്തിട്ടുള്ള വേറെ എന്തെങ്കിലും ഒക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കതും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ എനിക്കും എൻ്റെ ഹോബി ബെറ്റർ ആക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്കൊരു ഇൻകമായിട്ട് ഒരു ബിസിനസ്സായിട്ട് ഇത് ചെയ്തു കൊണ്ടുപോകാനും പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോബി ആയിട്ട് ഈ ക്രോഷറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളതും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെടുക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ക്രോഷേ ചെയ്തിട്ടുള്ള ആ ട്യുലിപ്പ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആരും കാണാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.